ജലന്ധർ ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസിൽ കന്യാസ്ത്രീ ഹൈക്കോടതിയിലേക്ക്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും. കന്യാസ്ത്രീ മറ്റന്നാൾ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. അതിനിടെ ബിഷപ്പിനെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ കന്യാസ്ത്രീകൾ രംഗത്തെത്തി. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇതിനോടകം തന്നെ ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിൽ വലിയ പ്രതിഷേധം ഈ കന്യാസ്ത്രീയുടെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. ഇനി ഇത് നിയമവഴിയിൽ നേരിടാനാണോ അവരുടെ തീരുമാനം? സായി, തീർച്ചയായിട്ടും ഒരു നിർണായക നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 70-71 ദിവസമായി അന്വേഷണം നടത്തിയിട്ടും ഒരു ഘട്ടത്തിൽ പോലും അറസ്റ്റിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം വന്നില്ല. ഇതാണ് കന്യാസ്ത്രീയെ ഒരു പടി കൂടി കടന്ന് കരുക്കൾ നീക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഞായറാഴ്ച കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. ഈ സംഭവം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആരോപണം വന്നതിന് ശേഷം, പരാതി നൽകിയതിനു ശേഷം ഒരു തവണ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനോ ആരോപണങ്ങൾ മാധ്യമങ്ങളോട് നേരിട്ട് പറയാനോ കന്യാസ്ത്രീ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന്റെ സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് കന്യാസ്ത്രീ പറയുന്നത്. പലപ്പോഴായി പല തെളിവുകളും കന്യാസ്ത്രീ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ തെളിവുകളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചെങ്കിലും അതിൽ നടപടികൾ, അറസ്റ്റിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് അന്വേഷണ സംഘം വന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 70 ദിവസം പിന്നിട്ടിട്ടും അറസ്റ്റ് എന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല നിലപാട് നേടുക എന്നുള്ളതാണ് കന്യാസ്ത്രീയുടെ ഇപ്പോഴത്തെ. ടോബിയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ കന്യാസ്ത്രീയുടെ സഹോദരൻ തന്നെ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ, അതായത് ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിൽ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണോ നിങ്ങളുടെ തീരുമാനം? അതെ, ഇതുകൂടി നമ്മൾ ഹൈക്കോടതിയുടെ കഴിഞ്ഞ തവണ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ടത് പുള്ളിനെ അറസ്റ്റ് ചെയ്യാൻ മിതമായ എല്ലാ രേഖകളും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിൽ പോലീസിന് ഉന്നതതലത്തിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം തന്നെയാണ് ഇപ്പോഴും പുള്ളിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ 10-15 പേര് ഈ പുള്ളിക്കെതിരെ മൊഴി കൊടുക്കുകയും പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാന്നറിയുകയും എല്ലാ തെളിവുകളും ഫ്രാങ്കോയ്ക്കെതിരായിട്ട് പോലും കേരള പോലീസ് എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല. അതിനെ ഇത് ചെയ്താണ് നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കാൻ പോകുന്നത്. കോടതിയുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അതായത് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല, ഇത് തന്നെയാണ് നിങ്ങൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്താൻ പോകുന്നത്? തന്നെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത്. ഇപ്പോഴും പോലീസ് പറയുന്നത് മതിയായ തെളിവുകൾ ലഭിച്ചാലല്ലാതെ അറസ്റ്റിലേക്ക് നീങ്ങാൻ കഴിയില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നൊരു വിവരം, കന്യാസ്ത്രീയുടെ മൊബൈൽ ഫോൺ, ഈ കേസിലെ നിർണായക തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല. അതുകൂടി കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നാണ്. അതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇപ്പോഴും ഇപ്പോഴും നമ്മൾ പോലീസുകാരെ പറയുന്നത് നമ്മൾ ഇതല്ലേ. ഇന്നലെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം വരെ IG ആയിട്ടുള്ള മീറ്റിങ്ങിന് മുമ്പ് വരെ പറഞ്ഞ പുള്ളിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രേഖകളും കിട്ടി, എല്ലാ മൊഴികളും പുള്ളിക്ക് എതിരാന്ന് പറഞ്ഞിട്ടും IG ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരെ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നത്. എന്താണ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായി 100-100 തെളിവുകൾ കൊടുത്താലും ഇപ്പൊ ഇരിക്കുന്ന DGP ഉള്ളിടത്തോളം കാലം ഈ കേസ് തെളിയിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് DGP തന്നെ നേരിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് നിങ്ങളുടെ ആരോപണം? അത് തന്നെ. ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടി അതിൽ പച്ചയായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനും അത് നമ്മൾ അത്യാവശ്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് കോടതിയെ സമീപിക്കുമ്പോൾ ഇത് പുറത്ത് കാണിക്കുകയും ചെയ്യും. എന്നുള്ള DGP ഇത്തരം തെളിവുകൾ ഉണ്ടായിട്ട് പുള്ളി പറയുന്നത് ഇപ്പോഴും തെളിവുകളില്ല വരിച്ച. ഈ കേസുണ്ടായി പിന്നെ 6-7 പ്രാവശ്യം മഠത്തിൽ വന്ന് പോലീസ് അടിച്ചത്. ഈ എതിർ വശത്തേക്കുന്ന ഫ്രാങ്കോനെ ഒരു പ്രാവശ്യം അവിടെ പോയി കാണാനല്ലാതെ ഒന്ന് ഫോണിൽ പോലും ഈ പോലീസുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഈ തൊട്ടേനും പിടിച്ചിട്ട് ഓടി മഠത്തിൽ വന്ന് ഇവര് സിസ്റ്ററുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി ചോദിക്കല്ലാതെ ഇതേവരെ ഫ്രാങ്കോനെ വിളിച്ച് ഒന്ന് മൊഴിയിൽ വൈരുദ്ധ്യം തീർക്കാൻ നോക്കിയിട്ടില്ല ഇവര്. കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ അറസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അത് ചെയ്യാവുന്നേ ഉള്ളൂ. സർക്കാരും അത്തരത്തിലൊരു മെല്ലെപ്പോക്ക് സമീപനം ഇതിൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ സർക്കാർ തന്നെയാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത് DGPയെ കൊണ്ട് എന്നുള്ള ആരോപണം നിങ്ങൾക്കുണ്ടോ? അത് ഉറപ്പായിട്ടുമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ മാധ്യമങ്ങളെ ഇവർ കണ്ടേക്കും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം തീരുമാനത്തിലേക്ക് കൂടി നിങ്ങൾ എത്തുന്നുണ്ടോ? ഞായറാഴ്ച ഞങ്ങൾ മാധ്യമങ്ങളെ എല്ലാ മാധ്യമങ്ങളെയും നേരിട്ട് കാണുന്നതായിരിക്കും.
ഒക്കെ വളരെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. തീർച്ചയായും എന്തായാലും മാധ്യമങ്ങളെ നേരിട്ട് കാണാനാണ് കന്യാസ്ത്രീയുടെ കുടുംബത്തിന്റെ തീരുമാനം. വളരെ നന്ദി താങ്കൾ പ്രതികരണത്തിന്. ഹർജിക്കാരൻ ജോർജ് ജോസഫ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അതാണിപ്പോൾ അദ്ദേഹത്തിന്റെ കന്യാസ്ത്രീയുടെ സഹോദരൻ പറയുന്നത്. അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ തെളിവുകളുണ്ട്. പക്ഷേ DGP അടക്കമുള്ള ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദമാണ് ഇപ്പോഴും ബിഷപ്പിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത് എന്ന്. അതെ, അതിന്റെ സംശയമില്ല എന്നാ എന്റെ വിചാരം. തന്നെയുമല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യ ചരിത്രത്തിലാദ്യമായിരിക്കും ഒരു പരാതി കൊടുത്ത ആളിനെ നിരന്തരം ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് പുറകിലത്തെ ലക്ഷ്യം അവരെ എങ്ങനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ടോർച്ചറിങ് നടക്കുന്നതാണ്. ശല്യപ്പെടുത്തി അവരുടെ കരഞ്ഞ് ഒഴിവാകുകയാണ്. അയ്യോ എനിക്ക് പരാതിയുമില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. ആ തരത്തിൽ അവരെ സമ്മർദ്ദത്തിന് വിധേയമാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പോലീസ് പയറ്റുന്നതെന്ന് തോന്നുന്നു. അത് വെറുതെ പോലീസിന്റെ മാത്രം നയമല്ലല്ലോ. ഭരണക്കാരറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികെട്ട നാടകമാണ് നടക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോഴും തെളിവുകളില്ല, തെളിവുകൾ പൂർണ്ണമായിട്ടില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നിലപാട് തന്നെയാണ് പ്രശ്നം. അല്ല, തെളിവുകൾ ഉണ്ട് എന്ന് ഞാൻ കൊടുത്ത പരാതിയിൽ പോലീസിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. കോടതിയിൽ തന്നെ സമർപ്പിച്ച രേഖയാണ്, ആർക്കും നോക്കാവുന്നതാണ്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇയാൾ കുറ്റം ചെയ്തതായി തെളിയിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നില്ല? ഇതിൽ സംഭവിക്കുന്നത് ജോർജ് ജോസഫ്, നിലപാടല്ലേ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ഇതിൽ അന്വേഷണ സംഘം തന്നെ പല്ലിളിച്ച് കാണിക്കുകയല്ലേ ഇവര്? തീർച്ചയായും അതാണ് നിങ്ങളുടെ ആരോപണം. അതായത് അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, പക്ഷേ ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ലഭിക്കുന്നില്ല. അവിടെയാണ് കേസ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് സംശയം. അതിൽ DGP അടക്കമുള്ള ആളുകൾ ഇടപെടുന്നു. ഉണ്ടാവൂല്ലോ, ചെറിയ ആളുകൾ ഇടപെട്ട ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ നിശ്ചലമായി പോകുന്നത്, അറസ്റ്റിലേക്ക് നീങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന് സംബന്ധിച്ച്? ഇല്ല, അതങ്ങനെ ഞങ്ങളറിയാം. ഞങ്ങൾക്ക് പുറത്തു നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും നേടാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? അതായത് ഈ അന്വേഷണം തെളിവുകൾ ഉണ്ടായിട്ട് പോലും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട്. അതെ, റൈറ്റ്. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ടോബി, അതായത് DGP അടക്കം കുറ്റപ്പെടുത്തുകയാണ് കന്യാസ്ത്രീയുടെ സഹോദരൻ. അത്രമേൽ വലിയ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മേൽ വരുന്നത് കൊണ്ടാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്ന്, സർക്കാരിനെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്ന നീക്കങ്ങളിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. സായി, തീർച്ചയായിട്ടും. കാരണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അന്വേഷണ സംഘത്തിന്റെ നിലപാടാണ്. ഏത് നിമിഷവും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. പക്ഷേ മുകളിൽ നിന്നും, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന മറുപടി വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം IG-യുടെ റിവ്യൂ മീറ്റിംഗിന് പോകുന്നതിന് മുൻപ് വരെ കോട്ടയം SP പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്, അറസ്റ്റ് വേണ്ടി വന്നാൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഉള്ള സാഹചര്യമുണ്ട്, ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, വീണ്ടും മൊഴി എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ്. അതായത് ബിഷപ്പിന്റെ മൊഴിയിൽ പലതരത്തിലുള്ള പൊരുത്തക്കേടുകളും ഉണ്ട്, നിരവധി പൊരുത്തക്കേടുകളുണ്ട്. 20 കാര്യങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 20 കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഈ പൊരുത്തക്കേടുകൾ ഉള്ള സാഹചര്യത്തിൽ വീണ്ടും മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്താം കേരളത്തിലേക്ക്. അതായത് ജലന്ധറിൽ പോയി നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ളത് കൊണ്ട് അവിടെ പോയുള്ള ചോദ്യം ചെയ്യൽ കാര്യക്ഷമമായി നടന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. കാരണം ജലന്ധർ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിഷപ്പിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് വീണ്ടും വിളിച്ചു വരുത്തേണ്ട സാഹചര്യമുണ്ടെന്ന് SP വ്യക്തമാക്കിയിരുന്നു. പക്ഷേ IG-യുടെ റിവ്യൂ മീറ്റിംഗിന് ശേഷം ആ ഒരു നിലപാടിൽ നിന്നും അന്വേഷണ സംഘം അല്പം പുറകിലോട്ട് പോയി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാഴ്ചത്തെ സമയം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരാഴ്ച സമയത്തിനുള്ളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെന്നാണ്, മറ്റു വിട്ടുപോയ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തണമെന്നാണ് IG നിർദ്ദേശം നൽകിയത്. ഈ ഒരാഴ്ച സമയം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിർണായകമാണ്. അതായത് ബിഷപ്പിനെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യം അടക്കം, വിളിച്ചു വരുത്തണമെങ്കിൽ ഒരാഴ്ചത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തതിന് ശേഷം ഒരാഴ്ചത്തെ സമയം നൽകി മാത്രമേ വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘത്തിന് ബിഷപ്പിനെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം. പക്ഷെ ആ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക്
സംശയമുണ്ട്. ടോബി, അതായത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നോ? അവർ എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് മുന്നിൽ തുറന്നു പറയുന്ന കാര്യങ്ങൾ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അതായത് ഐജിയുടെ റിവ്യൂ മീറ്റിംഗിന് ശേഷം ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും പറയാതെ ആയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നേരത്തെ അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ വാർത്ത പുറത്തു വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല, അല്ലെങ്കിൽ സർക്കാരിനെ ഇത് പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ ഒരു വാർത്ത ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവർ തന്നെ പ്രതികരിക്കാൻ, അതായത് നേരിട്ട് നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് കൃത്യമായ നിർദ്ദേശം, കാര്യമായിട്ടുള്ള ഒന്നും പറയരുത് എന്നുള്ളൊരു നിർദ്ദേശം അന്വേഷണ സംഘത്തിന് മുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. എന്തായാലും അന്വേഷണ സംഘവുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഈ നിലവിലെ ഒരു സാഹചര്യമാണ്. അതായത് കന്യാസ്ത്രീയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് കൂടി അന്വേഷണ സംഘം പറയുന്നത്. കാര്യത്തിൽ അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും കൂടുതൽ കടുക്കുകയാണ്. ഈ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീയുടെ കുടുംബത്തിന്റെ തീരുമാനം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, DGPയുടെ ഭാഗത്ത് നിന്ന് അത്രമേൽ വലിയ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച കന്യാസ്ത്രീയുടെ സഹോദരനും പറയുന്നത്. ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.